ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്ക് ദിക്കെന്ന് പറയുന്നത് പേര്, പ്രസിദ്ധി, അംഗീകാരം, വിജയം, സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധികൾ ഇതിനൊക്കെ കാരണമായിട്ടുള്ള ഒരു ദിക്കെന്ന് പറയുന്നത് ഫെങ്ഷുയിൽ തെക്ക് ദിക്കാണ്. അപ്പൊ ഈ തെക്ക് ദിക്ക് നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കണ്ട് ആ തെക്ക് ദിക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും. എന്തുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെങ്ഷു എന്ന് പറയുന്നത് ഒരു 5 എലമെന്റ്സിന്റെ തിയറിയാണ്. അതായത് 5 എലമെന്റ്സ് വീടിന്റെ 8 ദിക്കിലും ബ്രഹ്മസ്ഥാനത്തുമായി ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു തിയറി. അപ്പോൾ ഓരോ ദിക്കിലും ഓരോ എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒന്നിൽ കൂടുതൽ എലമെന്റുകൾ ആവർത്തിച്ച് വരുമല്ലോ, എന്നാലേ 9 ഡയറക്ഷൻസിലും അത് വരുന്നുള്ളൂ. ഇതിൽ 2 എലമെന്റുകൾ മാത്രം ഒരു സ്ഥലത്ത് വിധമേ വരത്തുള്ളൂ. അതായത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്ക് വശത്ത് ഫയർ എനർജിയും വടക്ക് വശത്ത് വാട്ടർ എനർജിയുമാണ്. ഈ 2 എനർജികൾ മറ്റൊരു ദിക്കിലില്ല. ബാക്കിയുള്ള 3 എലമെന്റുകളും ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒരു വീടിന്റെ തെക്ക് നഷ്ടപ്പെട്ടു പോയി, അതായത് സൗത്ത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവിടെ പേര്, പ്രസിദ്ധി, അംഗീകാരം ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അതുപോലെ തന്നെ അപ്പൊ ഇത് എങ്ങനെ നഷ്ടപ്പെട്ടു പോകും? വീട് വെക്കുമ്പോൾ തെക്ക് സൈഡ് ഒഴിവാക്കിക്കൊണ്ട് വീട് വെക്കുന്നു. അങ്ങനെ വീടുകൾ ഉണ്ടെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ വീടുകളുണ്ട്. അതായത് നമുക്ക് വീടില് തെക്ക് കിഴക്ക് ഭാഗമുണ്ട്, അത് കഴിഞ്ഞിട്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗമുണ്ട്. സ്ക്വയർ ഫീറ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തെക്ക് വശം ഒന്ന് ഒതുക്കി ചെയ്തു. തെക്ക് വശത്ത് ഒരു 5 കഞ്ചോ അല്ലെങ്കിൽ 8 കെട്ടിന്റെ ഒരു സൈസ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ എന്ത് സംഭവിച്ചു? തെക്ക് നഷ്ടപ്പെട്ടു പോയി. ഇനി അതുപോലെ ഉണ്ടാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ്റൂം പണിഞ്ഞപ്പോൾ തെക്ക് പടിഞ്ഞാറ് ബെഡ്റൂമിന് ടോയ്ലറ്റ് ആയിട്ട് എവിടെ വെച്ചു? തെക്ക് വശത്ത് വെച്ചു. തെക്ക് വശത്ത് ടോയ്ലറ്റ് കൊണ്ട് വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ പേരും പ്രസിദ്ധിയും എല്ലാം മങ്ങലേറ്റു. കാരണം തെക്ക് ദിക്കെന്ന് പറയുന്നത് പേരിന്റെയും പ്രസിദ്ധിയുടെയും ദിക്കായിരുന്നു. അവിടെ കൊണ്ടുവന്ന് ടോയ്ലറ്റ് വെച്ചപ്പോൾ അതിന് നമുക്ക് മങ്ങലേറ്റു. തെക്ക് വശത്ത് ടോയ്ലറ്റ് ഇല്ല, തെക്ക് വശത്ത് മിസ്സിംഗ് ഇല്ല, എന്നാലും നമ്മുടെ പേരും പ്രസിദ്ധിയും നഷ്ടപ്പെട്ടു പോകാനുള്ള മറ്റ് ചില കാരണങ്ങൾ, തെക്ക് വശത്ത് ഒരു വാട്ടർ എനർജി വരികയാണെന്നുണ്ടെങ്കിൽ തെക്കിന്റെ പേരും പ്രസിദ്ധിയും പെരുമയും എല്ലാം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തെക്ക് വശത്ത് കിണർ, ബോർവെല്ല്, ഒരു വാട്ടർ ബോഡി, സ്വിമ്മിംഗ് പൂള്, അതുപോലെ തന്നെ തെക്ക് ഭാഗത്ത് ഒരു അക്വേറിയം, അതുപോലെ വീടിന്റെ മുകളിൽ വാട്ടർ ടാങ്ക് തെക്ക് വശത്ത് എന്നിവ വരാൻ പാടില്ല. അപ്പോൾ വീടിന്റെ മുകളിൽ ഏത് ഭാഗത്ത് വാട്ടർ ടാങ്ക് വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വാട്ടർ ടാങ്ക് വരാം. തെക്ക് പടിഞ്ഞാറ് ഭാഗം ഹൈറ്റ് ആൻഡ് വെയിറ്റ് ആയിട്ടിരിക്കുന്നത് ഏറ്റവും നല്ലതായിട്ട് വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് ഫെങ്ഷുയുടെ ചില ടൂളുകളിലേക്ക് പോവാം. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് ഫെങ്ഷുയിൽ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ഒരു മെറ്റൽ ടോട്ടോയ്സ് നമുക്ക് വാങ്ങിക്കാം. ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഒരു വൈറ്റ് പേപ്പർ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് റെഡ് എങ്കിൽ നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിച്ചു നിൽക്കുന്ന കാര്യം ഇത്ര നാളിനകത്ത് വെച്ച് സാധിച്ചതിന് ദൈവത്തോടും പ്രപഞ്ചശക്തികളോടും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി നന്ദി എന്ന് എഴുതി യാമയ്ക്കുള്ളിൽ വെച്ചിട്ട് ഇത് നിങ്ങളുടെ ബെഡ്റൂമിന്റെയോ ലിവിംഗ് റൂമിന്റെയോ നോർത്ത് സൈഡിൽ സൂക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള റിസൾട്ട് കിട്ടാൻ വളരെ നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2026 സംബന്ധിച്ചിടത്തോളം വീടിന്റെ സെൻട്രൽ പോയിന്റിൽ ഇത്തരത്തിലുള്ള ഡ്രാഗൺ തട്ടിലും ഒരു റൂയിയുടെ സ്റ്റാച്ചു കൊണ്ട് വെക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് നല്ലതാണ്. അതല്ലെങ്കിൽ ഇത് നമുക്ക് ലിവിംഗ് റൂമിന്റെ നോർത്തിൽ വെക്കാവുന്നതാണ്. ഇത് ഒരു ജോഡിയൻ മാൻഡേരിയൻ ടെക്കിന്റെ സ്റ്റാച്ചു ആണ്. കപ്പിൾസുകൾ തമ്മിലുള്ള ഐക്യത്തിന് വേണ്ടിയിട്ട് ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ വെക്കാവുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരുപാട് ടൂൾസുകൾ ഫെങ്ഷുയിലുണ്ട്. ഇതെല്ലാം നല്ല പവർഫുൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ടൂളുകളാണ്. നിങ്ങൾക്ക് വാങ്ങിച്ച് ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും റിസൾട്ട് നിങ്ങളെ തേടി വരുന്നതായിരിക്കും.